ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്ന അധികം നേരമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് ഈസി ആയിട്ട് നമ്മൾ വീട്ടിലെങ്ങനെയാണെന്നൊരു മന്തി ഉണ്ടാക്കാമെന്നാണ്. ചിക്കൻ മന്തി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ ഇവിടെ കഴുകി സാധാ ചിക്കൻ്റെ കഷ്ണങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തത്. പ്രത്യേകിച്ചൊന്നും വേറെ എല്ലാം എടുത്തത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായി പീസായി അല്ലേ. മസാല തയ്യാറാക്കാനുള്ളതാണ് നമ്മൾ എടുത്തത്. മുഴുവൻ ഒരു സ്പൂൺ, കുരുമുളക് ഒരു സ്പൂൺ, പിന്നെ ചെറുജീരകം, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ 4 കറുവാപ്പട്ട, പിന്നെ 4 ഏലക്കായ, കറുവാപ്പട്ട, ഗ്രാമ്പു ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഉണക്ക ചെറുനാരങ്ങ ഇതിലേക്ക് ആവശ്യമുണ്ട് ഈ മസാലയ്ക്ക്. അപ്പോൾ അതേ നമ്മൾ ബാക്കിയെല്ലാം ഇട്ട് കൊടുത്ത് ഇനി മുഴുവൻ മല്ലി, കുരുമുളക് ഇതൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ജാറിൽ വെച്ച് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഈ മസാല. അപ്പോൾ ഈ മസാല ഇതേ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മുളക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് നമ്മൾക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്പുക. ഒരു സ്പൂൺ മസാല നമ്മൾ മാറ്റി വയ്ക്കുക. നമുക്ക് ആവശ്യമുണ്ട് അവസാനം. ഇതൊക്കെ ഈ ചിക്കനിൽ പോർക്ക് വെച്ച് നമ്മൾ ഈ ചിക്കൻ്റെ പീസുകളൊക്കെ നന്നായി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മസാല ഒക്കെ പുരട്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 10-15 അരമണിക്കൂർ നേരം വെക്കാം. ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. അത് ചെറുതായിട്ട് പൊട്ടിച്ച് നമ്മൾ ഇതിൽ ചേർക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് ആവി കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കനൊക്കെ ഒരു അരമണിക്കൂർ നേരം നമ്മൾ മാറ്റി വെച്ചത് ഈ സ്റ്റീമറിൽ ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒരു 10-15-20 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്ത ആ ഒരു ചിക്കനിലേക്ക് ബാക്കി മസാലകൾ കൂടി ഒന്ന് തേച്ച് കൊടുക്കുക. ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് എടുക്കുക. അപ്പോൾ ആണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കോരിയെടുക്കുക. നമ്മളിതിൽ കുക്കർ വെക്കുക. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മസാലകൾ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, ലീഫ് ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു സവോളയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചിക്കൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ച ആ വെള്ളം അരി വേവാനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. ജീര മസാല നമ്മൾ പൊടിച്ച് വെച്ചത് സ്വല്പം അതിൽ ചേർത്ത് കൊടുക്കുക. ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുക്കുക. മൂടി വെച്ചിട്ട് ഒരു വിസിലാവുന്ന ചെറുനാരങ്ങ നമ്മൾ അതിൽ പിഴിഞ്ഞ് വയ്ക്കുക. ഒരുമാതിരിയൊക്കെ മുക്കാൽ വേവ് വേണ്ടിട്ടുള്ള നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായി എടുത്ത് ഈ ചിക്കൻ്റെ പീസുകളൊക്കെ മുകളിലിട്ട് കൊടുക്കുക. മഞ്ഞൾ കളിക്കിയത് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക. എല്ലാവരും ഈ വീട്ടിൽ ഈ രീതിയിലൊന്ന് ഒരു മന്തി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.